കഴിഞ്ഞ വീഡിയോയിൽ ഈ വർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രെച്ചർ വർക്കൊക്കെ അത്യാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മെയിൻ ലാറ്റസൊക്കെ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് അപ്പോളോൻ്റെ 3.5 പൈപ്പാണ്. ഇത് വൺ സൈഡായിട്ടാണ് ഇടുന്നത്. ഈ വീടിന് ഒട്ടും ബോറാകാത്ത മാതിരിയാണ് ഇവിടെ ഈ റൂഫ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രൈമറായി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സിൻ്റെ ഗ്രേ കളർ പെയിൻ്റാണ്. നമ്മളെപ്പോഴും പെയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജി ഐ പൈപ്പുകളിലുള്ള ഓയിലിൻ്റെ സാന്നിധ്യമാണ്. അത് മുഴുവനായിട്ട് തുടച്ച് നീക്കം ചെയ്യാതെ ഒരിക്കലും നമ്മൾ ഈ പൈപ്പുകളിൽ പെയിൻ്റ് അടിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ അടിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും പിൽക്കാലത്തെ പെയിൻ്റ് അടർന്നു പോയതായിട്ട് നമ്മൾക്ക് ഗേറ്റുകളിലും മറ്റ് വർക്കുകളൊക്കെ ചെയ്തതിൽ കാണാമല്ലോ. അതിൻ്റെ മികച്ച കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈപ്പ് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മളത് തുടക്കാത്ത കാരണമാണ്. നമ്മൾ തുടച്ച് അപ്പോക്സി അടിച്ച ശേഷമാണ് പെയിൻ്റ് അടിക്കേണ്ടത്. അപ്പോൾ ഈ കാണുന്ന പോയ ഭാഗമൊക്കെ നമ്മൾ രണ്ടാം മറി റീടച്ച് ചെയ്യുന്നതാണ്. അത് ഈ വർക്കിൻ്റെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുന്നത് കാരണം നമ്മൾ ഈ പെയിൻറ്റ് പോണതാണ്. ഏകദേശം സ്ട്രെച്ചറെല്ലാം ആയി. പെട്ടെന്ന് ഇത് ഇനി മുകളിൽ കയറുന്നു. ഇപ്പോൾ ഫുൾ വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു.